വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ ഹിന്ദി ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ. ഗതിവിധി 1 സൂചന ഗൺ പഠിയും ഓർ പ്രശ്നോക്ക് ഉത്തരലിക്കുകയും. എന്താണ്? യെസ്, ഖണ്ഡിക വായിച്ച്, അതായത് ഈ പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. കിസി താലാബ് മെം ഏക് മേടക് രഹ്താത. ഏതോ ഒരു കുളത്തിൽ, താലാബ് എന്ന് പറഞ്ഞാൽ കുളമല്ലേ, ആ കുളത്തിൽ ഒരു തവള താമസിച്ചിരുന്നു. ഉസ്കെ ദാന്ത് ഹമേശ ഗന്ധ് ഓർ കാലേ രഹിത്തേതേ. അതിൻ്റെ പല്ല് എങ്ങനെയുള്ളതായിരുന്നു? ദാന്ത് എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? പല്ലല്ലേ. അതിൻ്റെ പല്ല് എപ്പോഴും എന്തായിരുന്നു? വൃത്തികെട്ടതല്ലേ, അതായത് ഒരു മണം. വൃത്തികെട്ടതും അതുപോലെ തന്നെ ഏത് നിറമായിരുന്നു? യെസ്, കാലെ കറുത്തിട്ടുമായിരുന്നു. വഹ് മക്കിയോ ബഹുത്ത് ഗാത്താത ഷായത് ഇസ്ലേയെ. അത് എന്ത് ദിവസേന കഴിക്കുമായിരുന്നു? ഒരുപാട് മക്കിയോം എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഈച്ചകളല്ലേ, ഈച്ചകൾ ഒരുപാട് കഴിക്കുമായിരുന്നു. ഷായത് ഇസ്ലിയെ, അതുകൊണ്ടായിരിക്കാം അതിന് ഗന്ധം അതുപോലെ തന്നെ ആ കറുപ്പ് നിറവും എന്നാണ് ഇവിടെ പറയുന്നത്. ദെൻ വഹ് ചോക്ലേറ്റ് ബി ഗാത്താത്. അത് എന്തും കൂടി കഴിക്കുമായിരുന്നു? യെസ്, ചോക്ലേറ്റും കഴിക്കുമായിരുന്നു. ഉസേ ദോ ചാർ ചോക്ലേറ്റ് കെ ബീച്ച് ദോ ചാർ മക്കിയോം ഡിഗക്കർ ഗാന പസന്തത. അതിന് എന്ത് ഇഷ്ടമായിരുന്നു? ദോ ചാർ ചോക്ലേറ്റ് കെ ബീച്ച്, അതായത് 2ഉം 4ഉം ചോക്ലേറ്റുകൾക്ക് ഇടയിലായിട്ട് 4 മക്കിയം, 4 ഈച്ചകളെയും വെച്ച് അതിന് കഴിക്കുന്നത് ഇഷ്ടമായിരുന്നു. വഹി ഇസേ മക്കി സാൻഡ്വിച്ച് കഹത്താത. അതിനെന്താണ് പറഞ്ഞിരുന്നത്? മക്കി സാൻഡ്വിച്ച് എന്നതിന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇവിടെ മീനിങ് നോക്കൂ. ദാന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പല്ല്. ദെൻ മക്കിയാം, ഈച്ചകൾ. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാമല്ലേ. മേടക് കഹാം രഹ്താത. മേടക് എവിടെയാണ് താമസിച്ചിരുന്നത്? നമുക്കറിയാം, കുളത്തിലാണല്ലേ. ഫസ്റ്റ് സെന്റൻസിൽ തന്നെ പറയുന്നുണ്ടല്ലേ. അപ്പം ആൻസർ എന്താണ്? താലാബ് മേ. ദെൻ മേടക് ദി ദാന്ത് കൈസേ രഹ്തേതേ. മേടക്കിന്റെ പല്ല് എങ്ങനെയുള്ളതായിരുന്നു? നമുക്കറിയാം എങ്ങനെയുള്ളതായിരുന്നു. അതെ, ഗന്ധേ ഓർ കാലേ. ആൻസർ ഓപ്ഷൻ, ലാസ്റ്റ് ഓപ്ഷൻ ആണ് അല്ലേ, ഗന്ധേ ഓർ കാലേ. ദെൻ മേട്ടക്കു ക്യാ പസന്ത് ത. മേട്ടക്കിന്, തവളയ്ക്ക് എന്താണ് ഇഷ്ടമുണ്ടായിരുന്നത്? എന്തായിരുന്നു? യെസ്, മക്കി സാൻഡ്വിച്ച് ആണല്ലേ. മക്കി സാൻഡ്വിച്ച് അല്ലേ. ഓക്കെ, ആൻസർ എന്താണ്? ഓപ്ഷൻ ഇ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ മേട്ടക് ചോക്ലേറ്റ് കെ ബീച്ച് ക്യാ രഗക്കർ ഗാത്താത. മേട്ടക് ചോക്ലേറ്റിൻ്റെ ഇടയിൽ എന്ത് വെച്ചിട്ടാണ് കഴിച്ചിരുന്നത്? എന്തിനെ വെച്ചിട്ടാണ്? യെസ്, മക്കിയാം, ചീണ്ടിയാം, മച്ചിലിയാം, ചിടിയാം. അതായത് ഈച്ചകൾ, ഉറുമ്പുകൾ. മച്ചിലിയാം എന്ന് പറഞ്ഞാൽ യെസ്, മീനുകൾ. ദെൻ ചീണ്ടി എന്താണ്? യെസ്, ഉറുമ്പല്ലേ, ഉറുമ്പുകൾ. ഇതിന് ഓപ്ഷനാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. യെസ്, ചീണ്ടിയാം എന്ന് 2 വട്ടം നൽകിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ആൻസർ എന്താണ്? യെസ്, മക്കിയാം ആണല്ലേ. ആൻസർ എന്താണ്? ഓപ്ഷൻ മക്കിയാം. ദെൻ സഹി പ്രസ്താവ് ചുൻകള്ളികയും, അതായത് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. മേട്ടക് കരേല ഗാത്താത. ദെൻ മേട്ടക് ചോക്ലേറ്റ് ഗാത്താത. ദെൻ മേട്ടക് ഐസ്ക്രീം ഗാത്താത. ദെൻ മേട്ടക് സേബ് ഗാത്താത. ഇതിലേതാണ് സഹി പ്രസ്താവ്? അതെ, മേട്ടക് എന്താണ് കഴിച്ചിരുന്നത്? ചോക്ലേറ്റ് അല്ലേ. അപ്പം മേട്ടക് ചോക്ലേറ്റ് ഗാത്താത. മേട്ടക് ചോക്ലേറ്റ് ഗാത്താത. ഓക്കെ, ഇതെന്ന് നമുക്ക് ഗതിവിധി 2 നോക്കാമല്ലേ. ജമീകോ ജാദു ആത്താ ഹേ കവിത കെ പങ്ക്തിയാം പഠേം ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേം. എന്താണ്? ഈ ജമീകോ ജാദു ആത്താ ഹേ എന്ന കവിതയിലെ വരികളാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് കവിതാഭാഗം വായിച്ചു നോക്കാം. യേ മേരേ ബാഗ് കെ മിട്ടി കോ കുച്ച് തോ ഹേ യഹ് ജാദുയി ജമീ ഹേ ക്യാ. എന്താ പറയുന്നത്? യേ മേരേ ബാഗ് കെ മിട്ടി കോ കുച്ച് തോ ഹേ. അതായത് എൻ്റെ തോട്ടത്തിലെ മണ്ണിന് എന്തോ പ്രത്യേകതകളുണ്ട്. യേ ജാദുയി ജമീ ഹേ ക്യാ. അതൊരു മന്ത്രശക്തിയുള്ള മണ്ണാണോ എന്നാണല്ലേ ചോദിക്കുന്നത്. ദെൻ ജമീ കോ ജാദു ആത്താ ഹേ. ഈ മണ്ണിന് മായാജാലങ്ങളൊക്കെ അറിയാം. അഗർ അമ്രൂദ് ബീജു മേ തോ ये अमरूद देती है. അഗർ അമ്രൂദ് ബീജു മേൻ തോ യേ അമ്രൂദ് ദേത്തി ഹെ. അതായത് അമ്രൂദ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, പേരയല്ലേ. പേരയുടെ വിത്ത് നട്ടാൽ എന്ത് തരുന്നു? അത് അമ്രൂദ് ദേത്തി ഹെ, പേരയ്ക്ക് തരുന്നു. അഗർ ജാമുൻ കി ഗുഡലി ഡാലൂ തോ ജാമുൻ ദേത്തി ഹെ. അതായത് ഞാവലിൻ്റെ വിത്ത് നട്ടാൽ അത് ഞാവൽ പഴം തരുന്നു. ദെൻ കരേല തോ കരേല, നീമ്പു തോ നീമ്പു. അപ്പോൾ പാവയ്ക്ക നട്ടാൽ പാവയ്ക്ക തരുന്നു. ദെൻ അതുപോലെ തന്നെ നാരകത്തിൻ്റെ വിത്ത് നട്ടാൽ നാരങ്ങയും തരുന്നു. ഓക്കെ,
ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാമല്ലേ. കവിതാംശ് മീം ഭൂമി കെ ലിയെ കിസ് ശബ്ദ കാ പ്രयोग हुआ है. കവിതയിലെ ഭൂമിക്ക് പകരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അതെ, ജമീം ആണല്ലേ. ആൻസർ എന്താണ്? ജമീം. ഇത് നെക്സ്റ്റ് നോക്കൂ. നിമ്നലിഖിത് ആശയവാലി പങ്ക്തി ചുൻകർ ലിഖേ. ഇവിടെ നമുക്ക് താഴെ ഒരു ലൈൻ തന്നിട്ടുണ്ട് അല്ലേ. അമ്രൂദ് കെ ബീജ് കെ ബോനെ സെ അമ്രൂദ് മിൽത്താ ഹെ. അമ്രൂദിന്റെ വിത്ത് നട്ടാൽ അമ്രൂദ് ലഭിക്കുന്നു. ഈ ആശയം വരുന്ന വരികളാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? നോക്കൂ. യെസ്, അഗർ അമ്രൂദ് ബീജു മേ തോ യോ അമ്രൂദ് ദേത്തി ഹെ. ഈ വരികളല്ലേ ഇതേ ആശയം വരുന്നത്. യെസ്, ഏതാണ്? അഗർ അമ്രൂദ് ബീച്ചുമേം തോയോ അമ്രൂദ് ദേത്തി ഹേ. ഈ വരികളാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കവിതാംശ് ക ആശയിലേക്കും. കവിതയുടെ ആശയം എഴുതാനാണല്ലേ. ഓക്കെ, കവിതയുടെ ആശയം എഴുതുമ്പോൾ നാം എന്താണ് ആദ്യം എഴുതേണ്ടത് കൂട്ടുകാർ? അതെ, കവിയെ പരിചയപ്പെടുത്തണം അല്ലേ. ഓക്കെ, നമുക്ക് എഴുതാം. ശ്രീ ഗുൽസാർ की एक सुंदर कविता है समी के जादू आता है इसमें कवि जमीन के कई जादू बताते हैं. എന്താണ്? യെസ്, ശ്രീ ഗുൽസാർ की एक सुंदर कविता है जमीन की जादू आता है. അതായത് ശ്രീ ഗുൽസാറിന്റെ ഒരു സുന്ദരമായ കവിതയാണ് ഏത്? യെസ്, സമീൻ കി ജാദു. ദെൻ ഇസ്മീൻ കവി ജമീൻ കെ കൈ ജാദു ബത്താത്ത ഹെ. ഈ കവിതയിൽ എന്താണ്? ആ കവി ഭൂമിയുടെ അനേകം മായാജാലങ്ങളെ പറ്റി പറയുന്നു. ജൈസെ മിട്ടിമേം അമ്രൂദ് ബീജും തോ അമ്രൂദ് ദേത്തി ഹെ. അതായത് മണ്ണിൽ പേരവിത്ത് കുഴിച്ചിട്ടാൽ എന്താണ്? യെസ്, പേരയ്ക്ക് കിട്ടുന്നു. ദെൻ മിട്ടി സെ ഹമേ ജോ രംഗ് മാങ്തേ ഹെ വഹി രംഗ് ദേത്തി ഹെ. അതായത് ഏത് നിറമാണോ നമ്മൾ ആവശ്യപ്പെടുന്നത് ആ നിറം നമുക്ക് തരികയും ചെയ്യുന്നു. ഇസി പ്രകാർ പൂരി കവിത മീൻ ജമീക്ക് ജാദു കാ ചിത്രൻ ഹെ. അതായത് ഈ രീതിയിൽ മുഴുവൻ കവിതയിലും മണ്ണിന്റെ ആ മായാജാലത്തെ കുറിച്ചിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. ഇസ്കാ ശീർഷക് ഹമേ കവിത പഠനേമേൻ തത്പർ ബനാത്താ ഹെ. അതായത് ഇതിന്റെ തലക്കെട്ട് തന്നെ നമ്മൾ എന്താണ്? ആ കവിത വായിക്കാൻ താല്പര്യപ്പെടുത്തുന്നു. സരൾ ഓർ രസീലി ഭാഷാമേ ജമീക്ക് ജാദു കാ വർണ്ണൻ കിയാ ഗയാ ഹെ. അതായത് വളരെ സരളവും രസകരവുമായ ഭാഷയിലെ ആ ഭൂമിയുടെ മായാജാലത്തെ കവിതയിൽ കവി വർണ്ണിച്ചിരിക്കുന്നു. യെസ്, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഇതുപോലെ ആ കവിതയുടെ ആശയം എഴുതുക. ഓക്കെ, ഇത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗതിവിധി 3. സൂചന മാർച്ച് ലേഖ का यह अंश पढ़ें और प्रश्नों के उत्तर लिखें. മാർച്ച് എന്ന ലേഖനത്തിന്റെ ഈ ഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് പാഠഭാഗം വായിച്ചു നോക്കാം. മാർച്ച് के दिनों हाथों में किताबें और आंखों में नींदें रहा करती थी. എന്താണ്? മാർച്ചിലെ ദിനങ്ങളിലെ കയ്യിലെ പുസ്തകങ്ങളും അതുപോലെ തന്നെ ആങ്കോമേ നീന്തേ രഹാ करती थी. കണ്ണുകളിൽ എന്താണ്? ഉറക്കവും വരാറുണ്ട് അല്ലേ. दो पन्ने पलटते ही नींद के हाथ आकर आंखों पर पलकें गींज जाते. उस दिनों अक्सर के सोचते कि काश आंखें बंद किए पढ़ाई हो जा पाती तब कितना मजा आता. അതായത് എന്താ പറയുന്നത്? दो पन्ने पलटते ही नींद के हाथ आकर आंखों पर पलकें गींज जाते. എന്നാണ്? 2 പേജ് മറക്കുമ്പോഴേക്കും ഉള്ള ആ നീന്ത് കെ ഹാത്ത്, കാറ്റിന്റെ കൈകൾ എന്താണ്? ആ കാറ്റിന്റെ കൈകൾ വന്ന് കണ്ണുകൾ അടയ്ക്കുന്നു എന്നല്ലേ. ഉൻ ദിനോം അക്സർ യെ സോച്ച്തേ കി കാശ് ആങ്കേ ബന്ദ് കിയേ പഠായി ഹോ പാത്തി. ഈ കാര്യങ്ങളിൽ ഞാനിങ്ങനെ ചിന്തിക്കും, എന്താണ്? ഉറങ്ങുന്നതിനോടൊപ്പം തന്നെ പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തബ് കിത്ന മസ ആത്ത. അത് വളരെ രസകരമായിരുന്നു എന്ന് പറയാണല്ലേ. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കിസ്കെ സാത്ത് ഹാത്ത് ആക്കർ ആങ്കോം പർ പലങ്കെ ഗീജ് ആത്തെ. എന്തായിരുന്നു? യെസ്, നീന്ത് കെ സാത്ത് അല്ലേ. നീന്ത് കെ സാത്ത് അല്ലേ. നീന്ത് കെ ഹാത്ത് അല്ലേ. നീന്തിന്റെ കൈകളല്ലേ. ഉറക്കത്തിന്റെ കൈകൾ. നീന്ത് കെ ഹാത്ത്. ആൻസർ എന്താണ്? നീന്ത് കെ ഹാത്ത്. देन सूचनाओं की सहायता से मार्च लेख का परिचय देते हुए अपने मित्र को पत्र लिखें. എന്താണ്? ആ സൂചനകൾ ഇവിടെ കുറേ ഹിൻസ് നൽകിയിട്ടുണ്ട്. അവയെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, മാർച്ച് ലേഖ പരിചയ ദേത്തെ ഹുയെ അപ്പിനെ മിത്രക്കോ പത്ര ലിഖേ. മാർച്ച് ലേഖനത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മിത്രത്തിന് ഒരു കത്ത് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഒരു കത്തിന്റെ സ്ട്രക്ചർ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. हाथों में किताबें और आंखों में नींदें. दिन परीक्षा का समय घर में घुसती नीम की टहनियाँ किताब पर गिरती पीली पत्ती.
അപ്പോൾ ഈ നൽകിയിട്ടുള്ള ഹിൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ഒരു കത്ത് യെസ്, ഫസ്റ്റ് ഒരു കോർണറിലായിട്ട് നമുക്ക് യെസ് താൻ എഴുതാം. ദെൻ താരിഖ്, ദെൻ പ്രിയമിത്ര. തും കൈസേ ഹോ? മേ യഹാം ടീക് ഹും. തുമാരെ പരിവാർ മേ സബ് ടീക് ഹേ നാ? നിന്റെ കുടുംബത്തിലെ എല്ലാവർക്കും സുഖമല്ലേ? മേം ഏക് ബാത് ബതാനെ കെ ലിയെ യഹ് പത്ര ലിഖാ രഹാ ഹും. ഞാൻ നിന്നോട് കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കത്ത് എഴുതുന്നത്. മാർച്ച് സംസരൻ മുझे बहुत अच्छा लगा. मार्च के दिन मेरे लिए भी ऐसे ही है. പഠിने के लिए बैठते वक्त नींद भी आती है. എന്താണ് പഠിക്കുന്ന സമയം എനിക്ക് ഉറക്കം വരുന്നു. നീന്ത് ആത്തി തോ പഠന ബന്ദ്. थोड़ी देर बाद फिर पढ़ाई शुरू होती है. बहुत व्यस्त वे दिन. ज्यादा समय पढ़ने के कारण नींद भी जल्दी आती है. मार्च महीना जल्द ही गुजर जाता है. अब इतना ही जवाब पत्र की प्रतीक्षा करें. देन तुम्हारे प्रिय मित्र नाम ഹസ്താക്ഷർ. ദെൻ ലാസ്റ്റ് നമുക്ക് യെസ് സേവാമേ നാം പദ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? യെസ്, നിങ്ങളും ഇതുപോലെ ഒരു പത്രം തയ്യാറാക്കാൻ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ദെൻ ഗതിവിധി 4 നോക്കിയാലോ. സൂചന ഗൺ പഠിയും ഒരു പ്രശ്നമൊക്കെ ഉത്തരളികയും. എന്താണ്? യെസ്, ഈ പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, നമുക്ക് പാരഗ്രാഫ് വായിച്ച് നോക്കാം. ബന്ദർ, ബാൽ, ബക്കരി, ബില്ലി സബ്നെ മിൽക്കർ ബാദൽ ഹോ ബച്ചായ. പാനി ബർസ്നെ ലഗ സബ് നാച്നെ ലഗ. എന്താണ്? യെസ്, ബന്ദർ, ബാൽ, ബക്കരി, ബില്ലി സബ്നെ മിൽക്കർ ബാദൽ കോ ബച്ചായ. ഇവരെല്ലാവരും കൂടി ചേർന്ന് ആരെ സഹായിച്ചു? ആരെ രക്ഷപ്പെടുത്തി? യെസ്, മേഘത്തെ രക്ഷപ്പെടുത്തി. പാനി ബർസ്നെ ലഗ. പാനി ബർസ്നെ ലഗ, അതായത് എന്താണ്? മഴ പെയ്യാൻ തുടങ്ങി. സബ് നാച്നെ ലഗ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സബ്നെ മിൽക്കർ കിസ്കോ ബച്ചായ. എല്ലാവരും ചേർന്ന് ആരെയാണ് രക്ഷപ്പെടുത്തിയത്? ആരെയാണ്? അതെ, ബാദലിനെയാണ് അല്ലേ. അപ്പം ആൻസർ എന്താണ്? ബാദൽ കോ. നമുക്ക് ആൻസർ എഴുതാം ഇങ്ങനെ, ബാദൽ കോ. ഓക്കെ, ദെൻ പാനി ജീവൻ കാ ആധാർ ഹേ. ഇസ് ആശയ പർ പോസ്റ്റർ തയ്യാർ കരയും എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യെസ്, ഇതുപോലൊരു ബോർഡറൊക്കെ വരച്ച് ഇതുപോലൊരു ചിത്രമൊക്കെ വരച്ച് എന്ത് ചെയ്യാം? പാനി ജീവൻ കാ ആധാർ ഹേ. ദെൻ പാനി കാ സംരക്ഷൺ ഹമാരാ കർത്തവ്യ ഹേ. പാനി നഹി തോ ജീവൻ നഹി. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ ചിത്രമൊക്കെ വരച്ച് ഒരു പോസ്റ്റർ ഭംഗിയായി തയ്യാറാക്കുക. ഓക്കെ, ദെൻ നമുക്ക് ഗതിവിധി 5 ആണല്ലേ. ചിത്ര ദേക്കേം ഓർ ഉചിത് ശബ്ദ ചുൻകർ വർഗ് പഹേലി ബുജായേ. ഇവിടെ ഒരു പദപ്രശ്നമാണല്ലേ നൽകിയിട്ടുള്ളത്. അത് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വൺ എന്താ വരിക? ഫസ്റ്റ് ഇവിടെ നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട് ബോക്സിൽ, നമുക്ക് വേർഡ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. അപ്പം ആദ്യത്തേത് ഏതായിരിക്കും? യെസ്, അതായത് നമുക്ക് ഫസ്റ്റ് ഫോർത്ത് വൺ നോക്കാം അല്ലേ. ഏതാണ്? ബൂഡ. യെസ്, ബൂഡ. ഫോർത്ത് വൺ ഏതാണ് വരിക? ബൂഡ. ദെൻ സെക്കൻഡ് 2 എന്താണ്? മച്ചലി അല്ലേ. നമുക്കിങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഫോർത്ത് ഫോർത്ത് ബൂഡ. ദെൻ 2 മച്ചലി. യെസ്, അമ്രൂദ്, നീമ്പു. ദെൻ ഫിഫ്ത്ത് വൺ ഏതാണ്? യെസ്, കലി, പൂമൊട്ടല്ലേ. യെസ്, കംപ്ലീറ്റ് ആയില്ലേ. ഓക്കെ, അപ്പം ഇതുപോലെയാണ് നിങ്ങൾ എന്ത് ചെയ്ത് ഇവിടേക്ക് എടുത്ത് എഴുതുക. ഓക്കെ, 1 അമ്രൂദ്, ദെൻ 2 മച്ചലി, ദെൻ 3 നീമ്പു, ദെൻ 4th ബൂഡ, ദെൻ 5 കലി. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്ത് പോലെ എടുത്ത് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, ഗതിവിധി ഗതിവിധി 6 അല്ലേ. സൂചന കവിതാംശ് പഠിയും ഓർ പ്രശ്നമൊക്കെ ഉത്തരലിക്കുകയും. നമുക്കിവിടെ കവിത നൽകിയിട്ടുണ്ട് അല്ലേ. നമുക്ക് വായിച്ച് നോക്കാം. കേരൾ കെ കേലെ കേരൾ കാ പാനി കേരൾ കെ നാവേ ലംബി പുരാനി കേരൾ കെ ഹാത്തി കേരൾ കെ ചാവൽ കേരൾ കി നദിയ കേരൾ കെ ബാദൽ. കവിത കിസ് ജഗഹ് കെ ബാരെ മേ ഹേ. ഈ കവിത ഏത് ജഗഹിനെ കുറിച്ചുള്ളതാണ്? അതെ, കേരളാണല്ലേ. കേരളം എന്ന സംസ്ഥാനത്തെ കുറിച്ചുള്ള കവിതയാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത് അല്ലേ. അതായത് നമ്മുടെ കേരളത്തെ കുറിച്ചുള്ള കവിതയാണ് നൽകിയിട്ടുള്ളത്. അപ്പം ആൻസർ എന്താണ്? കേരൾ. ആൻസർ കേരൾ. ഓക്കെ, ദെൻ കവിത കേലിയെ ഏക ശീർഷക് ദേ. കവിതയ്ക്ക് ഒരു ശീർഷകം നൽകാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? കേരൾ തന്നെ എഴുതാം. ഓക്കെ, കേരൾ തന്നെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈറ്റിൽ കൊടുക്കുക, ഒരു ശീർഷക് കൊടുക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് സഹി മിലാൻ കരയാണല്ലേ. ഓക്കെ, കേരൾക്ക ഏതായിരിക്കും വരിക? കേരൾക്ക ഏതാവും വരിക കൂട്ടുകാരെ? അതെ, കേരൾക്ക പാനി.
के केरल का पानी, then केरल के केले, then കേരൾ की നാവേം. ഇതുപോലെയാണല്ലേ വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ശരിയായ രീതിയിൽ യോജിപ്പിച്ച് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഇതിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.